സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പൊ ഇന്നും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും തന്നെയാണ് വിഷയം. ഡിസംബർ 11 വരെയെങ്കിലും ഈ സംഭവത്തെ ഇതേപടി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാനൊക്കില്ല, മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പുതിയ ഒരു അവതാരം ഇറങ്ങിയിട്ടുണ്ട്, ഷഹനാസ്. പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ പഴയ അധ്യക്ഷയായിരുന്നെന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് തീരെ യോജിക്കാത്ത രീതിയിൽ സിനിമാ നടികളെ പോലും വെല്ലുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്ത് മുഖത്തെല്ലാം വാരിത്തേച്ച് ചുണ്ടെല്ലാം ചുമപ്പിച്ച് വന്നു നിന്നാണ് ഒരു രാഷ്ട്രീയക്കാരി അങ്ങനെ ചാനലിന്റെ മുമ്പ് വന്നിരുന്ന് സംസാരിക്കും. ഇവരെ കണ്ട രാഷ്ട്രീയക്കാരിയാണെന്ന് പറയും. അപ്പോൾ അത് മാത്രം, ഞാൻ വേറൊരു വീഡിയോ കാണാനിടയായി. വാലന്റൈൻ ഡേ, അതായത് നമ്മുടെ ഭാരത സംസ്കാരത്തിനോ കേരളീയ സംസ്കാരത്തിനോ യോജിക്കാത്ത യൂറോപ്യന്മാരുടെയും അമേരിക്കക്കാരുടെയും വാലന്റൈൻ ഡേ എന്ന് പറയുന്ന പ്രണയ ദിനം അതിനെ ആഘോഷിക്കുന്നവളാണ്. പറയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രണയിച്ചിട്ടില്ലെങ്കിൽ പ്രണയിക്കണം. പ്രണയത്തിന്റെ നിറം ചുവപ്പാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രണയിക്കണം. അതൊരു പ്രത്യേകമായ ഒരു അനുഭവമാണ് എന്നെല്ലാം ചെറ്റത്തരം പറയുന്ന ഈ സ്ത്രീ വന്നിരുന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ട എനിക്ക് മോശമായി മെസ്സേജ് അയച്ചു എന്ന് പറയുന്നത്. അപ്പൊ മിക്കവാറും എൻ്റെ ബലമായ സംശയം, രാഹുൽ മാങ്കൂട്ടത്തിനോട് ചിലപ്പോൾ ഇവൾ ആവശ്യപ്പെട്ട് കാണും, എന്നെ ഒന്ന് പീഡിപ്പിക്കണേ എന്നാവശ്യപ്പെട്ട് കാണും. അപ്പൊ ഇവളുടെ ആ സൗന്ദര്യം കണ്ട് രാഹുൽ മാങ്കൂട്ടം പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു വന്നു. ഷാഫി പറമ്പിലും എന്താണ് ഷാഫി പറമ്പിനുള്ള ധാർമ്മികത എവളാണ് ചോദിക്കുന്നത്. വാലന്റൈൻ ഡേയില് എല്ലാവരും പ്രണയിക്കണമെന്നും നിങ്ങൾ പ്രണയത്തിന്റെ സുഖം എന്താണെന്ന് അറിയണമെന്നും പറയുന്നവളാണ്. ഇവള് രാഷ്ട്രീയക്കാരിയാ? അതെ, വേറെ തെമ്മാടിത്തരത്തിന് പോകുന്ന പെണ്ണുങ്ങളാ ഇങ്ങനെ അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് തെമ്മാടിത്തരം കാണിക്കുന്ന ഈ ചുവന്ന നിരയിൽ പോകുന്ന പെണ്ണുങ്ങളാണ്. വാലന്റൈൻ ഡേയിലും ചുവന്ന നിറമാണ് അതിന്. പ്രണയത്തിന് ചുവന്ന നിറമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് പ്രണയിക്കണം, അതിന്റെ സുഖം ഒന്ന് വേറെയാണ്, അതിന്റെ അനുഭവം ഒന്ന് വേറെയാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ത്രീ പറയാണ് രാഹുൽ മാങ്കൂട്ട എനിക്ക് മെസ്സേജ് അയച്ചു വന്നു. അപ്പൊ എവള് പ്രണയിക്കാൻ നടക്കുന്നവളല്ലേ, അവള് തന്നെ പറയല്ലേ, വാലന്റൈൻ ഡേ പ്രചോദിപ്പിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ഉള്ളവള് അവള് തന്നെ പറയാണ്, പരസ്യമായിട്ട് വീഡിയോ ചെയ്ത് പറയാണ് നിങ്ങൾ പ്രണയിക്കണം. അപ്പോൾ ഞാൻ റെഡിയാണ് പ്രണയിക്കാൻ. അപ്പൊ ഇത് കണ്ട് ചിലപ്പോൾ പ്രണയിക്കാനായിട്ട് ഒരു രാഹുൽ മാങ്കൂട്ടം ചിലപ്പോൾ ഒരു മെസ്സേജ് വിട്ടാല് അത് മോശമാണ്. ഞാൻ കണ്ടിട്ടില്ല, എത്രയോ മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട്, ഞാൻ അറിഞ്ഞില്ല എന്ന്. അപ്പൊ ഏത് മെസ്സേജാണ് നീ നോക്കുന്നത്? അപ്പൊ ഈ പെണ്ണുങ്ങൾ എന്ന് പറയണ എന്ത് ചെറ്റത്തരവും കാണിക്കുക. ഇപ്പോ എവളെന്ന് പറയുന്ന ഷഹനാസ് കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നത്. എവൾ എന്ത് കോൺഗ്രസ്സുകാരിയാണ്? സരിന്റെ കൂടെയാണ്, സരിന്റെയും ഭാര്യയുടെയും കൂടെയാണ്. സരിൻ ആരായിരുന്നു? സരിൻ കോൺഗ്രസ്സുകാരനായിരുന്നു. പാർട്ടിക്ക് സീറ്റ് കൊടുത്തില്ല. എല്ലാവർക്കും ഒരു സീറ്റ് കൊടുക്കാമോ? പാലക്കാട് ഒരു സീറ്റിന്റെ ഒഴിവ് വന്നപ്പോൾ അതിൽ വിജയിക്കാൻ സ്ഥാനാർത്ഥി ആരാണ് ബെറ്റർ എന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം തന്നെയായിരുന്നു. അതായത് എന്തിനും ഏതിനും കൂടെ നിൽക്കും. യവനെയൊക്കെ പോലുള്ള ചെറ്റ് തരം കാണിക്കുന്ന ഒറ്റുകാരല്ല. അത് എവളെ ഇപ്പൊ ഷഹനാസ് ആയിരുന്നാലും ശരി, അവക്കും ചിലപ്പോൾ കാണും ആഗ്രഹം, എനിക്ക് എന്തുകൊണ്ടെന്നൂടാ. അതായത് ഷാഫി പറമ്പില് ഞങ്ങളെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞങ്ങളെയൊന്നും നേതൃനിരയിൽ വരാനായിട്ട് വേണ്ട പ്രചോദനം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എല്ലാം ഇല്ലാതാക്കുകയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ അടുത്ത ഇരയെന്ന് പറയുന്ന ഇനി അവർ ഷാഫി പറമ്പലിനെതിരെയാണ് അവർ പുതിയ ബുദ്ധികളും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് അച്ചാരം സരിനും അവന്റെ ഭാര്യയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഓഹരി ഇവക്കെല്ലാം കിട്ടും. അപ്പോൾ ഈ ചെറ്റത്തരം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ. കോൺഗ്രസിൽ എന്ന് പറയുന്ന ഒരുപാടെണ്ണം ഉണ്ട് ഇങ്ങനെയുള്ളത്. ചിലര് BJP പോകാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഓഫർ എവിടെ നിന്നാണ് നല്ലത് കിട്ടുന്നത്? എത്രയോ പെണ്ണുങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. എവിടെ നിന്നാണ് നല്ല ഓഫർ കിട്ടുന്നത് അവിടുന്ന് അങ്ങോട്ട് ചാടും. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഏണിപ്പടി മാത്രമാണ്. അധികാരത്തിൽ അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഒരു ഏണിപ്പടി. ആ പ്രശസ്തി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ചാനലുകളിലും എവളെ അങ്ങ് പൊക്കയാണ് ഷഹനാസ്.
എന്നെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞ, ബാക്കിയുള്ളവര് എവളെന്ത് പോലീസ് സ്റ്റേഷനാ? എവളെടുത്ത് വന്ന് എന്റെ ആളുകള് രാഹുലിനെ പറ്റി, രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി കംപ്ലൈന്റ് ചെയ്യാൻ എവളെന്ത് പോലീസ് സ്റ്റേഷനാ തുറന്നു വെച്ചോണ്ടിരിക്കേ? എല്ലാവരുടെയും ആപ്ലിക്കേഷൻ കൊണ്ടുവരി, ആരൊക്കെ നിങ്ങളെ പിടിച്ചു? KSUക്കാർ ഒരുപാട് പെൺപിള്ളേരെ പീഡിപ്പിച്ചിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിലെ പലരെയും പീഡിപ്പിച്ചിട്ടുണ്ട്. എന്താ പീഡനമാണ്? അപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും ശരി, ഇവിടെയുള്ള പുരുഷന്മാരില് എങ്ങനെയായാലും ഒരു 70% ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിന് ന്യായീകരിക്കും എന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഞാൻ ഒരു സ്ത്രീയുമായിട്ട് സൗഹൃദത്തിലായിരുന്നു, സ്നേഹത്തിലായിരുന്നു, അവളുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതും സത്യം തന്നെയാണ്. അപ്പൊ അന്നൊന്നും വലിയ പദവിയും പ്രശസ്തിയും ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലായിരുന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി, MLA ആയി. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കൂടെ ഇറങ്ങിയാൽ അത് കേരളത്തിൽ എവിടെ ചെന്നാലും ഒരു പ്രത്യേകമായ ഒരു പ്രസിദ്ധിയും ജനങ്ങളുടെ കൂട്ടം അവരെ ആകർഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും ഒരു വെല്ലുവിളിയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം. ഇവർ രണ്ടുപേരും എവിടെ ചെന്നാലും ശരി. അപ്പോൾ അതിന്റെ കൂടെ ബാക്കിയുള്ളവരും ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. എല്ലാ നേതൃത്വത്തിലുള്ള ചാണ്ടി ഉമ്മനുണ്ട്, ജിൻഡോ ആന്റണി ഉണ്ട്, വേറെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷെ ഇവരെ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്തിരിക്കുന്നതിനാണ്, വേറെ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? അപ്പൊ ഇവർ രണ്ടുപേരുമാണ് കുഴപ്പക്കാറ്. ഇവർ രണ്ടുപേരും ഇറങ്ങിയാൽ എവിടെയും വിജയിക്കും. പാലക്കാട് ജയിക്കുന്നു, നിലമ്പൂർ ജയിക്കുന്നു. അവരിറങ്ങി പ്രചാരണം നടത്തുന്നു. അവരവരുടെ ജീവനും സ്വത്തും എന്തും പാർട്ടിക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാക്കുന്നു. അങ്ങനെയുള്ള എത്ര നേതാക്കന്മാരിവിടെ ഉണ്ട്, എത്ര യുവജന നേതാക്കന്മാർ. കുറെ വയസ്സന്മാരായ കുറെ കോൺഗ്രസ്സുകാരുണ്ട്. VD സതീശൻ, KK സതീശനാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ഈ VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഇവരെ രണ്ടുപേരെയും കോൺഗ്രസ്സുകാർ തോൽപ്പിക്കണം. യുവജനങ്ങൾ തോൽപ്പിക്കണം. നിർബന്ധമായിട്ട് ഒരു ഇലക്ഷൻ വരെയാണെങ്കിൽ VD സതീശനെയും ഈ രമേശ് ചെന്നിത്തലയും തോൽപ്പിക്കണം. അവർ രണ്ടുപേരും അധികാരത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കും. അവർ BJP-യില, അവർ CPM-ല പോണെങ്കിൽ പോകട്ടെ. ഇതെല്ലാം പോയെന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല. പത്മജ കരുണാകരന്റെ മോളായിരുന്നു. പാർട്ടിയിൽ നിന്നും കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്ത്, എന്തെല്ലാം ആനുകൂല്യങ്ങൾ നേടിയെടുത്ത്, എന്തെല്ലാം പ്രശസ്തി നേടിയെടുത്ത്. തിരുവനന്തപുരത്ത് പോയി അന്വേഷിച്ചാൽ അറിയാം പത്മജ ആരായിരുന്നു. പണമായിരുന്നാലും പ്രശസ്തിയായിരുന്നാലും ഏതെല്ലാം രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പത്മജ കാര്യം. ഇപ്പതാ ചാണകം തിന്നാനായിട്ട് പോയി. സ്വന്തം തന്തയെ ഒറ്റ കൊടുത്തിട്ടാണ് പോയത്. പോയിട്ട് എന്തായി? അവിടെ പായം വലിച്ച് പുറത്ത് കിടക്കുകയാണ്, അകത്ത് ഇതുവരെ കയറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ട്. സരിൻ എന്ന് പറയുന്നത് അവൻ ചെറ്റയല്ലേ, അവന് അന്തസ്സുള്ളവനാ. അവൻ ഒരു ഒറ്റ കാര്യം, അതായത് അവന് സീറ്റ് കൊടുക്കാത്തല്ല അവന് വിഷമം. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പീഡകനായിരുന്നു, അതൊക്കെ ഇപ്പോഴല്ലേ പറയുന്നത്. നേരത്തെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലല്ലോ. അതൊക്കെ ഉണ്ടാക്കി എടുത്തത് തന്നെ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുത്ത VD സതീശനാണ്. VD സതീശനായിരുന്നാലും ശരി, രമേശ് ചെന്നിത്തല ആയിരുന്നാലും ഇവരെ രണ്ടുപേരെയും വെട്ടി വേലത്ത് വയ്ക്കുന്നത്. ഇവർ പോയെന്ന് വിചാരിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കുഴപ്പവും വരില്ല. ഒന്നേ അടിസ്ഥാനപരമായി കെട്ടിപ്പടുത്താൽ മതി പാർട്ടി. പണ്ട് കാലത്തും ഉണ്ടായിരുന്നു, യുവജനങ്ങളാണ് ഇവിടെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. KSUവും യൂത്ത് കോൺഗ്രസുമാണ് കോൺഗ്രസിനെ ഇന്നുള്ള നിലയിൽ, നേരത്തെ ഉണ്ട നിലയിലൊക്കെ ആക്കിയത്. അല്ലാതെ ഇവിടെയുള്ള ഈ വയസ്സന്മാരൊന്നും അല്ല. വയസ്സന്മാരെന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ല. VD സതീശനും വയസ്സനായി, രമേശ് ചെന്നിത്തലനും വയസ്സനായി. ഈ മുരളീധരനായിരുന്നാലും ശരി, ഇവരൊന്നും കൂടുതലായിട്ട് കളിക്കേണ്ട കാര്യമില്ല. ഇവരെ ഒന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ഒരു ചുക്ക് സംഭവിക്കില്ല പാർട്ടിക്ക്. പുതിയതായിട്ട് അടിസ്ഥാനം ഇട്ട് തന്നെ പുതിയതായിട്ട് കൊണ്ടുവരണം. യുവജനങ്ങളെ KSU വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, യുവജന പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസിനെ ഇനിയും വളർത്താൻ കഴിയും.